അപ്പോൾ LP UPന്റെ 5ാം ക്ലാസ് അതാണ് എടുക്കുന്നത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 1 ചാപ്റ്റർ 2 ചാപ്റ്ററാണ് എടുത്തു അല്ലേ. ഇനി 3ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ കുടുംബം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം അല്ലെ. ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗമാണല്ലോ. പിന്നെ ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു. സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബത്തിനുള്ള പങ്ക് വലുതാണ്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബം മാത്രമാണുള്ളത് അല്ലെ, ധാരാളം ഉണ്ട്. പിന്നെന്താണ്, ഇങ്ങനെ പല കുടുംബങ്ങൾ ചേരുമ്പോൾ സമുദായവും പല സമുദായങ്ങൾ ചേർന്ന് സമൂഹവും ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ നോക്കൂ, കുറെ വ്യക്തികൾ വരുമ്പോൾ കുടുംബമാകുന്നു. പിന്നെന്താണ്, ആ കുറെ കുടുംബങ്ങൾ ചേരുമ്പോൾ എന്താ സമുദായം ഉണ്ടാവുന്നു. കുറെ സമുദായങ്ങൾ ചേരുമ്പോൾ എന്താണ് സമൂഹം ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ നോക്കുക, വ്യക്തികൾ, കുടുംബം, സമുദായം, സമൂഹം കേട്ടോ. അത് ഒന്ന് ഓർഡറിൽ പഠിച്ചു വെക്കുക കേട്ടോ. വ്യക്തികൾ കൂടുന്നതാണ് കുടുംബങ്ങൾ കൂടുന്നതാണ് സമുദായം, സമുദായങ്ങൾ ചേർന്നതാണ് ഇത് സമൂഹം. ഓക്കെ. പിന്നെ കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. എന്താ, സമൂഹത്തിലെ ചിട്ടകളും നോംസ്, മര്യാദകളും, മാനേഴ്സ്, ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്ന ഇവിടുന്ന് കുടുംബത്തിൽ നിന്നാണ് അല്ലെ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ നമ്മൾ ചിലപ്പോൾ എന്താണ് ചെറിയ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവിടെ വെച്ചിട്ടേക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാം വായിച്ചു പോകുന്നത് കേട്ടോ. ഇപ്പൊ നോക്കുക. പിന്നെ ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താക്കുക കമന്റിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ നോക്കൂ, അപ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നുണ്ട്. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് അല്ലെ. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബത്തെ എന്താ, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്താന്ന് വെച്ചാൽ എന്താ, കുടുംബമാണ് അല്ലെ. പിന്നെന്താ അവിടെ വരുന്നത് വെച്ചാല് കുഞ്ഞുണ്ണി മാഷിനെ അദ്ദേഹം 2 തലമുറയിൽപ്പെട്ട ആളുകൾ പേര് പരാമർശിച്ച് കണ്ടില്ല. എന്താ, ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുകുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിന്റെ വലുപ്പം അല്ലെ. അപ്പൊ എന്താ, കുഞ്ഞുണ്ണി മാഷിന്റെ കവിത അദ്ദേഹം തന്റെ 2 തലമുറയിൽപ്പെട്ട ആളുകളുടെ പേര് പരാമർശിച്ച്. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യം അല്ലെ. അച്ഛൻ്റെ അമ്മയുടെയും പേരുകൾ നിങ്ങൾക്കറിയാം. പിന്നെ അച്ഛൻ്റെ മാതാപിതാക്കളുടെ പേരും അമ്മയുടെ മാതാപിതാക്കളുടെ പേരുകൾ നിങ്ങൾക്കറിയാമോ എന്നാ. പിന്നെ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ. പിന്നെ ഇവിടെ നമുക്ക് എന്താക്കാനുള്ളത് എന്താ വെച്ചാൽ, കുടുംബ വൃക്ഷത്തിൽ നിങ്ങളുടെ എത്ര തലമുറയുടെ വിവരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയവരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത് അല്ലെ. ഇനി കുടുംബ രൂപീകരണമാണ് കേട്ടോ. ജനനം ഒരു വ്യക്തിയെ കുടുംബത്തിലെ അംഗമാക്കുന്നുവെന്ന് കണ്ടല്ലോ. കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്താൽ ഒന്നിച്ചവരാണ് അല്ലെ. കുടുംബത്തിലെ ചില അംഗങ്ങൾ എന്താ, രക്തബന്ധത്താൽ ഒന്നിച്ചവരാണ്. ഒരാൾക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം രക്തബന്ധമാണ് അല്ലെ. പിന്നെ എന്താണ്, ഒരാൾക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുള്ള ബന്ധം രക്തബന്ധം. എന്നാൽ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കളാകാറുണ്ട് അല്ലെ. നിങ്ങളുടെ അച്ഛനെയും അമ്മയും വിവാഹം വഴിയല്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളായത്. മക്കളില്ലാത്ത പല ദമ്പതികളും കുട്ടികളെ ദത്തെടുത്ത് വളർത്താറുണ്ട് അല്ലെ. അപ്പം മുകളിൽ പറഞ്ഞവയുടെ അടിസ്ഥാനത്തിൽ കുടുംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെല്ലാം എന്ന് കണ്ടെത്തുക അല്ലെ. രക്തബന്ധത്തിലൂടെ വരുന്നുണ്ട്, പിന്നെ വിവാഹത്തിലൂടെ വരുന്നുണ്ട്, അങ്ങനെ പല തരത്തിലും വരുന്നുണ്ട് അല്ലെ. പിന്നെ കുടുംബങ്ങൾ വിവിധ തരമുണ്ട് അല്ലെ. അണുകുടുംബമുണ്ട്, വിസ്തൃത കുടുംബമുണ്ട്, പിന്നെന്താ കൂട്ടുകുടുംബം അല്ലെ. പിന്നെ 3 കുടുംബങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ട് കണ്ടല്ലോ. ഈ കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിത്രം 1 അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ അല്ലെ. ഇങ്ങനെയുള്ള കുടുംബമാണ് എന്ത്, അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി. ചിത്രം 2 അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവുമാണുള്ളത് അല്ലെ. അങ്ങനെയുള്ള അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി. ചിത്രം 3 കുടുംബം വളരെ വലുതാണ്. 3-4 തലമുറകൾ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഇതാണ് എന്ത്, കൂട്ടുകുടുംബം അല്ലെ. 3-4 തലമുറ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അതാണ് കൂട്ടുകുടുംബം, ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിൽ 3-4 തലമുറയിലെ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന വീടുകളുണ്ടോ എന്നുള്ളതാണ് അല്ലെ. നിങ്ങളുടെ വീടിന് ചുറ്റും 10 കുടുംബങ്ങൾ അന്വേഷിക്കുക. പിന്നെ വരുന്നത് എന്താണ്, തലമുറകളുടെ തുടങ്ങിയ എത്രയല്ലേ. പിന്നെ കുടുംബത്തിലെ സവിശേഷതകൾ നോക്കൂ. കുടുംബത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വ്യത്യസ്ത രാജ്യങ്ങളുടെ കുടുംബങ്ങളിലെ ചിത്രങ്ങളാണ് ഇവ അല്ലെ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കുടുംബമുള്ളത് എന്ന് വ്യക്തമായില്ല. ലോകത്ത് എല്ലായിടത്തും കുടുംബങ്ങളുണ്ട്. ദേശഭാഷകൾക്ക് അതീതമായ കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ്. പിന്നെ പരസ്പര ബഹുമാനവും സ്നേഹമൊക്കെയാണ് കുടുംബങ്ങളെ ഒന്നിച്ച് നിലനിർത്തുന്ന ഘടകങ്ങൾ കേട്ടോ. പിന്നെ വരുന്ന മേൽപ്പറഞ്ഞ വൈകാരിക ബന്ധങ്ങളാണ് കുടുംബത്തിന്റെ മറ്റൊരു സവിശേഷത. സ്നേഹം, പരസ്പര ബഹുമാനം, ഇതൊക്കെ അല്ലെ. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഒരു വീടിന് പിന്നെന്താണ് അംഗങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുകയുള്ളൂ അല്ലെ. എന്താണ്, ഒരു വീടിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരിമിതമായ അംഗങ്ങൾ മാത്രമേ ഒരു കുടുംബത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇത് കുടുംബത്തിന്റെ ഒരു സവിശേഷതയാണ് അല്ലെ. പിന്നെ ഈ ജോലികളൊക്കെ ആരാ ചെയ്യുന്നതെന്നാണ് അല്ലെ. പാചകം, തോട്ടം നനയ്ക്കലതൊക്കെ അല്ലെ. പിന്നെ വരുന്നത് എന്താണ്,
പൂർത്തിയാക്കിയ വീട്ടിലെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പങ്കാളികളാകുന്നുവെന്ന് ബോധ്യപ്പെട്ടു. ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ കുടുംബത്തിന്റെ കെട്ടുറപ്പിന് അനിവാര്യമാണ്. കുടുംബത്തിനൊരു സവിശേഷതയായ ഈ ഉത്തരവാദിത്യ ബോധമാണ് കുടുംബത്തെ നിലനിർത്തുന്നത് അല്ലെ. കുടുംബത്തിന്റെ ഒരു സവിശേഷതയായ ഈ ഉത്തരവാദിത്യ ബോധമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. കുടുംബത്തിന്റെ മേൽ സൂചിപ്പിച്ച സവിശേഷതകളുമായി ബന്ധപ്പെട്ട് എ കോളത്തിൽ കൊടുക്കുക, ബി കോളവുമായി യോജിപ്പിക്കുക. ഇവിടെ പിന്നെ ദേശഭാഷകൾക്ക് അതീതം എന്താ, എല്ലായിടത്തും കുടുംബമുണ്ട് എന്നുള്ളതാണ് അല്ലെ. പരിമിതമായ വലിപ്പം ഏതാണ്, കുടുംബത്തിലെ അംഗങ്ങൾ എണ്ണത്തിലെ കുറവ്. പിന്നെ വൈകാരിക ബന്ധങ്ങൾ, സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം. ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നത് എന്താ, ചുമതലകൾ നിർവഹിക്കുക അല്ലെ. പിന്നെ കുടുംബത്തിന്റെ ധർമ്മങ്ങൾ ഉണ്ട് അല്ലെ. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയല്ലേ. സാധാരണയായി ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. നിങ്ങൾക്ക് മാതാപിതാക്കളോടും അവർക്ക് നിങ്ങളോടും സ്നേഹമുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പരാശ്രയത്വവും സഹകരണ മനോഭാവവും നല്ല വ്യക്തികളാവാൻ നമ്മളെ സഹായിക്കുന്നു. പിന്നെന്താ പറയുന്നത്, ഇവിടെ നോക്കിയ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. ആരാ പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, എന്താണ്, ഓക്ബേൺ ആണ് കേട്ടോ, ഓക്ബേൺ. ഓക്കെ. പിന്നെ നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ പെരുമാറിയിരുന്നത് പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. ശിശുവായിരിക്കുമ്പോൾ ഉള്ള പെരുമാറ്റ രീതിയിലല്ല വലുതാകുമ്പോൾ ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്നത് അല്ലെ. ഡിസിപ്ലിൻ, മര്യാദ, അച്ചടക്കം, മാനേഴ്സ്, പിന്നെ പങ്കുവയ്ക്കൽ, ഷെയറിംഗ് തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് സുഖമില്ലാതാകുമ്പോൾ വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിക്കാറില്ല. വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വ ബോധം നമുക്ക് മറ്റൊരിടത്തു നിന്നും പൂർണ്ണമായി ലഭിക്കാറില്ല അല്ലെ. കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് കുടുംബമാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിന്റെ ധർമ്മമാണ്. പിന്നെ വരുന്നത് എന്താ, മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രക്കുറിപ്പ് വിശേഷിച്ച്. അപ്പൊ പിന്നെ എന്താണ് ഇവിടെ എന്താണ് ഈ ചാപ്റ്ററിൽ എന്താ, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണെന്ത്, കുടുംബം എന്ന് പറയുന്നത് അല്ലെ. രക്തബന്ധത്തിലൂടെയോ വിവാഹ ബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ സാർവലൗകികത, യൂണിവേഴ്സാലിറ്റി, പിന്നെന്താ, വൈകാരിക ബന്ധം, പരിമിതമായ വലുപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിന്റെ സവിശേഷതകളാണ് അല്ലെ. കുടുംബത്തിന്റെ സവിശേഷതകൾ ഇതിനെ എതിരാക്കാൻ നമുക്ക് ചോദിച്ചു അല്ലെ. അപ്പൊ ഈ സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലുപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിന്റെ സവിശേഷതകൾ കേട്ടോ. അത് ഇതാക്കുക, ശ്രദ്ധിക്കുക. ഇതൊക്കെ അല്ലെ, ഉത്തരവാദിത്ത ബോധം, പരിമിതമായ വലുപ്പം അല്ലെ, ഇതൊക്കെ സവിശേഷം. പിന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സ്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിന്റെ ധർമ്മങ്ങൾ കേട്ടോ. അത് സവിശേഷതകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ അല്ലെ. സർവ്വലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലുപ്പം, ഉത്തരവാദിത്ത ബോധം, ഇതൊക്കെ കുടുംബത്തിന്റെ സവിശേഷത. ഇനി കുടുംബത്തിന്റെ ധർമ്മമാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക കേട്ടോ. പിന്നെന്താണ്, കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങൾ അണുകുടുംബം എന്നും, പിന്നെ എന്തൊക്കെയാണ്, അണുകുടുംബം എന്നും, വിസ്തൃത കുടുംബം എന്നും, കൂട്ടുകുടുംബം എന്നും എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ചാപ്റ്റർ 4 നോക്കിയാൽ, ചാപ്റ്റർ 4 നോക്കിയാൽ കരുതലോടെ ചെലവിടാന്നുള്ളതാണ് കേട്ടോ. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് ആട്ടെ നമുക്ക് ഇത് പഠിക്കുന്നത്. അപ്പൊ 4ാമത്തെ ചാപ്റ്ററാണ് കരുതലോടെ ചെലവിടാം. കുടുംബത്തെ കുറിച്ച് അതിന്റെ സാമൂഹിക പ്രാധാന്യത്തെ കുറിച്ചും കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചല്ലോ അല്ലെ. കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അല്ലെ. ഇവിടെ ചിത്രത്തിൽ എന്താ, കുടുംബങ്ങൾ, അച്ഛൻ, അമ്മ, മകളുടെ അച്ഛൻ ട്രാക്ടർ ഉപയോഗിച്ച് നിലം മുഴുകുന്നു. പിന്നെന്താണ് ഇവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെ. പിന്നെ ഇതുപോലെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴിയാണ് കുടുംബങ്ങൾ. ഇവിടെ ഒന്ന് വായിച്ചു തരട്ടോ. ഈ കുടുംബത്തിൽ എന്താണ്, പലരും പല ജോലിയിലും എന്താണ് ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെ. വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെ. അച്ഛൻ ട്രാക്ടർ ഉപയോഗിക്കുകയാണ്, അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ് അല്ലെ. പിന്നെന്താ, മോള് കളിക്കുകയാണ് അല്ലെ. ഇവരിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴിയാണ് കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന ഒന്നാണ് തൊഴിൽ അല്ലെ. എന്താണ് തൊഴിൽ എന്ന് പറയുന്നത്, എന്താണ്, വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൊഴിൽ. തൊഴിലിന്റെ പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ആണ് ലഭിക്കുന്നത് അല്ലെ. കുടുംബത്തിന്റെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാനം വ്യത്യസ്ത രീതിയിൽ ലഭിക്കുന്നത് പോലെ വരുമാനം ലഭിക്കുവാനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാണ്. 2 കുടുംബങ്ങളെ സംബന്ധിച്ച് ചില വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്താണ് 2 കുടുംബങ്ങൾ അല്ലെ. കുടുംബം 1 എന്താണ്, സതീഷ് ഒരു കർഷക തൊഴിലാളിയാണ്. ഭാര്യ, 2 കുട്ടികൾ. സതീഷിന്റെ മാതാവ് എന്നീ അംഗങ്ങളാണ് കുടുംബത്തിലുള്ളത്. സ്വന്തമായി വീടും 5 സെന്റ് സ്ഥലവും ഉണ്ട്. സതീഷിന്റെ ഭാര്യ സുമതി അടുത്തുള്ള സ്കൂളിലെ ഭക്ഷണം പാകം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. സതീഷിന്റെ രോഗിയായ മാതാവിന് വേണ്ട സംരക്ഷണം കുടുംബാംഗങ്ങൾ നൽകുന്നു. ഇനി കുടുംബം 2, ഭാര്യയും 3 മക്കളും ഉൾക്കൊള്ളുന്നതാണ് ഷാജിയുടെ കുടുംബം.
തയ്യൽ കട നടത്തുകയാണ് ഷാജി. ഷാജിയുടെ മൂത്ത മകന് പത്രവിതരണം ചെയ്യുന്ന ജോലിയാണ്. ഇളയ മക്കൾ വിദ്യാർത്ഥിനികളാണ്. ഷാജിയുടെ ഭാര്യ സീന സ്വന്തം ഭവനത്തിലെ ജോലികൾ ചെയ്യുന്നു. വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത്. അപ്പൊ സതീഷിന്റെയും ഷാജിയുടെയും കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ എന്തെല്ലാണെന്നാണ് അല്ലെ? കൃഷിപ്പണിയും തയ്യൽ ജോലി അല്ലെ. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? ഭാര്യമാർക്കുള്ള ജോലികളും പറയുന്നുണ്ട് അല്ലെ. ഈ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണ്. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്. ഉദാഹരണത്തിന് കച്ചവടം ഒരു വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വരുമാനവുമാണ് അല്ലെ. അതായത് എന്താണ്? കച്ചവടം ഒരു വരുമാന സ്രോതസ്സാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എന്താ? വരുമാനം എന്താ? ലാഭമാണ് അല്ലെ. അപ്പൊ കച്ചവടം ഒരു വരുമാന സ്രോതസ്സും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എന്താണ്? വരുമാനം. ഓക്കെ, അടുത്ത് നോക്കൂ. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കൊക്കെയാണ് വരുമാനം ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന മറ്റ് ചില സന്ദർഭങ്ങൾ: ഒരു നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു, സ്വന്തമായുള്ള കെട്ടിടം കച്ചവട ആവശ്യങ്ങൾക്കായി കൊടുക്കുന്നു, വ്യവസായ യൂണിറ്റ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നു, ഇൻഷുറൻസ് ഏജന്റായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ എന്താണ്? വരുമാനം ലഭ്യമാക്കുന്ന ചില സന്ദർഭങ്ങളാണ് അല്ലെ. ഈ സന്ദർഭങ്ങളിൽ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് എന്താണ്? പലിശ എന്ന് പറയും കേട്ടോ. എന്താണ്? ബാങ്ക് നിക്ഷേപങ്ങൾക്ക് എന്താണ്? പലിശ എന്ന് പറയും. പിന്നെന്താണ് വരുന്നത് നോക്കിയേ. ഇവിടെ വരുന്നത് എന്താണ്? ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള പലിശ. എന്തൊക്കെ പലിശ അല്ലെ? കെട്ടിടത്തിന്റെ വാടക എന്ന് പറയും അല്ലെ. കെട്ടിടത്തിന്റെ വാടക, വരുമാനം എന്ന് പറയുന്നത് വാടക. വ്യവസായ യൂണിറ്റിൽ നിന്നുള്ളത് ലാഭമാണ് കേട്ടോ. ഇൻഷുറൻസിന് കമ്മീഷൻ എന്നാണ് പറയാം. ഒക്കെ ലഭിക്കാനുള്ള വരുമാനങ്ങളാണ് കേട്ടോ. അപ്പൊ ബാങ്കിൽ നിന്നാണെങ്കിൽ പലിശ, കെട്ടിടത്തിൽ നിന്നാണെങ്കിൽ വാടക, വ്യവസായ യൂണിറ്റിൽ നിന്നാണെങ്കിൽ ലാഭം, ഇൻഷുറൻസ് ആണ് കമ്മീഷൻ അല്ലെ. ഇതാണ് വരുമാനം. പിന്നെ കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വ്യത്യസ്ത സ്രോതസ്സുകൾ പ്രതിപാദിക്കുന്ന പദസൂര്യ നോക്കാം. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ എന്നും, കെട്ടിടത്തിന്റെ വാടക എന്നും, പിന്നെ വ്യവസായ യൂണിറ്റിൽ ലാഭം എന്നും, ഇൻഷുറൻസ് കമ്മീഷൻ എന്നുമാണ് കേട്ടോ. പിന്നെ എന്താണ്? ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവമാണ് അല്ലെ. പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല എന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വ്യത്യസ്ത സ്രോതസ്സുകൾ പ്രതിപാദിക്കുന്ന പദസൂര്യൻ നോക്കുക. കുടുംബ വരുമാനം എന്താണ്? മഹിളാ പ്രധാന ഏജന്റിൽ കമ്മീഷനാണ് വരുന്നത് അല്ലെ. കെട്ടിട നിർമ്മാണ ജോലിക്ക് കൂലിയാണ്. ബാങ്ക് നിക്ഷേപത്തിന് പലിശ, കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വാടക, കച്ചവടത്തിനാണെങ്കിൽ ലാഭം, സർക്കാർ ജോലിയാണ് ശമ്പളം. ഇതൊക്കെയാണ് നമ്മൾ വരുമാനം വരുന്നത് അല്ലെ. പിന്നെ കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന നിക്ഷേപങ്ങൾ, കച്ചവടം, കൃഷി, വ്യവസായം, വസ്തുവകകൾ, സേവനങ്ങൾ തുടങ്ങി വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ്. ഇങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് കുടുംബങ്ങളുടെ വരുമാനം. അപ്പൊ കുടുംബങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇത് വരുമാനം അല്ലെ. പിന്നെ വരുന്നത് എന്താ? ചെലവും പലവിധം. വിവിധ സ്രോതസ്സുകളുടെ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബത്തിലെ പൊതുവായ ആവശ്യങ്ങളും അംഗങ്ങളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങളും നിറവേറ്റുന്നത്. ഒരു കുടുംബത്തിലെ ആവശ്യങ്ങൾ എല്ലാം തുല്യ പ്രാധാന്യമുള്ളവയല്ല അല്ലെ. ചിലതൊക്കെ അത്യാവശ്യമാണ്, മറ്റു ചിലത് എന്താണ്? കിട്ടിയാൽ നല്ലത്, ബാക്കിയുള്ളവ കിട്ടിയില്ലേയും കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് എന്ത്? കുടുംബത്തിലെ ആവശ്യങ്ങൾ അല്ലെ. അപ്പൊ കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തരം ആവശ്യങ്ങളുടെ മുൻഗണനാ ക്രമം നിശ്ചയിക്കേണ്ടതാണ്. അതനുസരിച്ച് വേണം ചെലവുകൾ ക്രമീകരിക്കേണ്ടത്. ഒരു കുടുംബത്തിന്റെ പ്രധാന ചെലവുകൾ സൂചിപ്പിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഏതൊക്കെ ചെലവുകളാണ് ഈ കുടുംബത്തിന്റെ എന്ന് കണ്ടെത്താമല്ലോ. ഈ കുടുംബത്തിന് മറ്റെന്തെല്ലാം ചെലവുകൾ കൂടി ഉണ്ടാകും അവ ചിത്രത്തിലെ വിട്ടുപോയ സ്ഥലത്ത് പൂരിപ്പിക്കുക. അപ്പൊ ഇവിടെ എന്താ? ഭക്ഷണ ചെലവ് ഇത് നിർബന്ധമുള്ള അല്ലെ. വായ്പ തിരിച്ചെലവ് നിർബന്ധം, ആശുപത്രി ചെലവ് നിർബന്ധം, വസ്ത്രം വാങ്ങാനുള്ള ചെലവ്, യാത്രാ ചെലവ്, ഇതൊക്കെ വരുന്നത് എന്താണ്? ഇതൊക്കെ എന്താണ്? കുടുംബത്തിലുള്ള ചെലവുകളാണ് വരുന്നത് അല്ലെ. അപ്പൊ ചെലവുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ചിലത് അത്യാവശ്യമാണ്, മറ്റു ചിലത് കിട്ടിയാൽ നല്ലത്, ബാക്കിയുള്ളവ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലെ. പിന്നെ വരുന്നത് ഈ ചെലവുകൾ ചിലത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളവയാണ്, മറ്റു ചിലത് പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്ന ചെലവുകളാണ്. ഭക്ഷണ ചെലവ്, വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള ചെലവ്, വായ്പകളുടെ തിരിച്ചെലവ് എന്നിവ പ്രതീക്ഷിത ചെലവുകളാണ്. അതൊക്കെ നിർബന്ധമായിട്ടുള്ള ചെലവുകളാണ് അല്ലെ. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപകടം, പ്രകൃതി ദുരന്തം, രോഗങ്ങൾ തുടങ്ങിയ മൂലം ഉണ്ടാകുന്ന ചെലവുകൾ അപ്രതീക്ഷിത ചെലവുകളാണ്. പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഇത്തരം ചെലവുകൾക്കായി വരുമാനത്തിൽ ഒരു ഭാഗം കരുതി വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ സാമ്പത്തിക സുരക്ഷിതത്വം, എക്കണോമിക് സെക്യൂരിറ്റി എന്താണ്? വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുണ്ടാകുന്നത് കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാകും അല്ലെ. വരുമാനത്തിൽ കൂടുതൽ ചെലവുണ്ടാകുന്ന എന്താണ്? കുടുംബത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാകും. എന്നാൽ ചെലവ് വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ മിച്ചമുണ്ടാകും. എന്നാൽ ചെലവ് എന്താണ്? വരുമാനത്തെക്കാൾ കുറവാകുമ്പോൾ എന്താ? മിച്ചമുണ്ടാകും അല്ലെ. മിച്ചം വയ്ക്കുന്ന തുക കുടുംബത്തിന്റെ സമ്പാദ്യമാണ് അല്ലെ. അപ്പൊ സമ്പാദ്യം എന്ന് പറയുന്നത് മിച്ചം വെക്കുന്ന തുകയാണ് അല്ലെ. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ സമ്പാദ്യം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ എന്താ? സമ്പാദ്യം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്.
എന്താ സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് എന്താ മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം എന്താണ് ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യമാണ്. കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വഴി സാമ്പത്തിക സുരക്ഷിതത്വം നേടാം അല്ലെ. കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക വഴി എന്താണ് സാമ്പത്തിക സുരക്ഷിതത്വം നേടാം. പിന്നെന്താണ് കുടുംബങ്ങളുടെ വരുമാനവും ചെലവും നോക്കിയാൽ താഴെ പറയുന്ന 3 അവസ്ഥ കാണാവുന്ന വരുമാനവും ചെലവും തുല്യം, വരുമാനം കൂടുതൽ ചെലവ് കുറവ്, വരുമാനം കുറവ് ചെലവ് കൂടുതൽ അല്ലെ. ഇതൊക്കെ എന്താണ് ഈ അവസ്ഥ കാണാവുന്ന കുടുംബങ്ങളുടെ ഇടയിൽ അല്ലെ. വരുമാനം മിച്ചം വെക്കാൻ കഴിയുന്ന ഇതിൽ ഏത് അവസ്ഥയിലാണ് വരുമാനം മിച്ചം വെക്കാൻ കഴിയുന്ന ഏതാണ് ചെലവ് കുറവാണെങ്കിൽ അല്ലെ. സാമ്പത്തിക സുരക്ഷ സാധ്യമാക്കുവാൻ സഹായിക്കുന്ന അവസ്ഥ ഇതിൽ ഏതാന്ന് വെച്ചത്. അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്തിന് ഗുണകരമാണോ? അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്തിന് ഗുണകരമാണ് അല്ലെ. അമിതമായ ചെലവുകളൊക്കെ നിയന്ത്രിക്കുക അല്ലെ. അപ്പൊ എന്താണ് ഗുണകരമാണ്. ഇനി എന്താണ് മിതവ്യയശീലം. നമുക്ക് ഗാന്ധിജി പറഞ്ഞു നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് അല്ലെ. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനോ. അതാരാ പറഞ്ഞെന്ന് ചോദിക്കുക. ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവ ഓരോന്നും വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ധാരാളമുണ്ട് അല്ലെ. പരസ്യങ്ങളുടെ പ്രേരണയാൽ അമിതമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ചെലവ് വർദ്ധിപ്പിക്കും. മാത്രമല്ല നാം അറിയാതെ വീണ്ടും അവ വാങ്ങുവാനും ഉപയോഗിക്കാനുമുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. പരസ്യങ്ങളുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ വിവേകപൂർവ്വം ഗുണമേന്മയുള്ള ആവശ്യ വസ്തുക്കൾ വാങ്ങുവാൻ നമുക്ക് കഴിയണം. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായ വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. എന്താണ് മിതവ്യയശീലം എന്നുള്ളത് ഇതിൽ ഏതാന്നൊക്കെ ചോദിക്കും. എന്താണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായ വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണെന്ത് മിതവ്യയശീലം. ഓക്കെ, ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായ വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണെന്ത് മിതവ്യയശീലം. ഓക്കെ, പിന്നെന്താ മിതവ്യയശീലം ജീവിത രീതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. സാമ്പത്തിക സുരക്ഷിതത്തിന് മിതവ്യയശീലം സഹായിക്കും. ലളിത ജീവിതം മിതവ്യയശീലത്തിന് അനിവാര്യമാണ്. അപ്പൊ എന്താണ് മിതവ്യയശീലത്തിന് അനിവാര്യമായത് എന്തെന്ന്. അപ്പൊ എന്താണ് വരുന്നത് ഈ ലളിത ജീവിതം അല്ലെ. മിതവ്യയം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ശീലമാക്കേണ്ടതാണ് അല്ലെ. കുട്ടികൾ എന്ന നിലയിൽ മിതവ്യയത്തിന്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ആഡംബര വസ്തുക്കൾ നമുക്ക് ഉപേക്ഷിക്കാം അല്ലെ. പിന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം അല്ലെ. ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ എന്തൊക്കെയാന്നുള്ളത് നോക്കുക അല്ലെ. കുടുംബ വരവും ചെലവും. ഒരു കുടുംബത്തിന് ഒരു മാസത്തെ വരവ് ചെലവ് കണക്ക് നോക്കുക. പിന്നെ ഇങ്ങനെ വരവ് ചെലവുകൾ പലപ്പോഴും എന്താണ് കുടുംബങ്ങൾ എഴുതി സൂക്ഷിക്കാറില്ല അല്ലെ. എന്നാൽ കുടുംബത്തിന്റെ വരുമാനവും പ്രതീക്ഷിക്കുന്ന ചെലവുകളും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജീവിതത്തിന് എന്താണ് സഹായകരമാകും. ഇങ്ങനെ മുൻകൂട്ടി വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അതിനെ കുടുംബ ബജറ്റ് എന്ന് പറയാം. എന്താണ് മുൻകൂട്ടി വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനെ കുടുംബ ബജറ്റ് എന്ന് പറയാം കേട്ടോ. കുടുംബ ബജറ്റ് അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ. മുൻകൂട്ടി വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുക അല്ലെ. പിന്നെന്താണ് കുടുംബ ബജറ്റ് തയ്യാറാക്കുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ട്. വരവിനനുസരിച്ച് ചെലവ് ക്രമപ്പെടാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ക്രമപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. മുൻഗണന നിശ്ചയിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. സമ്പാദ്യശീലം മിതവ്യയശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എന്ത് കുടുംബ ബജറ്റിനോടുള്ള ഗുണങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ ചോദിക്കും ഇതിൽ ഏതാണ് കുടുംബ ബജറ്റിനോ ഗുണങ്ങളെ ഇത് നോക്കും. കുറച്ച് ഒരു ഓപ്ഷൻസ് തരും അല്ലെ. അപ്പൊ വരവിനനുസരിച്ച് ചെലവ് ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു. മുൻഗണന നിശ്ചയിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. സമ്പാദ്യശീലം മിതവ്യയശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇതൊക്കെ വരുന്ന കേട്ടോ. പിന്നെ എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല. കുടുംബ ബജറ്റുകൾ വ്യത്യസ്തമാകുന്നതിന്റെ അടിസ്ഥാനം കുടുംബങ്ങളുടെ വരുമാനത്തിലും ചെലവിലും ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ അല്ലെ. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല അല്ലെ. കുടുംബ ബജറ്റുകൾ വ്യത്യസ്തമാകുന്നതിന്റെ അടിസ്ഥാനം കുടുംബങ്ങളുടെ വരുമാനത്തിലും ചെലവിലും ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകളാണ്. നമുക്ക് ചുറ്റും കാണുന്നവരിൽ വരുമാനം കൂടുതലുള്ളവരും കുറച്ചുള്ളവരുണ്ട് അല്ലെ. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരത്തിന് വഴിതെളിക്കുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറയ്ക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നു. ഇനി പ്രവർത്തന ബജറ്റ് എന്താ നോക്കാം നമുക്ക്. കുടുംബ ബജറ്റ് എന്നതുപോലെ തന്നെ ചുറ്റുമുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ബജറ്റ് ഉണ്ടാകാം. അതുപോലെ ചിലപ്പോൾ പ്രവർത്തന ബജറ്റുകളും തയ്യാറാക്കാറുണ്ട് അല്ലെ. ഒരു പ്രത്യേക പ്രവർത്തനത്തിന് പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണിത് പ്രവർത്തന ബജറ്റ്. അപ്പൊ വരവ് ചെലവ് കണക്കാണിത് പ്രവർത്തന ബജറ്റ് കേട്ടോ. പഠനയാത്രയ്ക്കായി തയ്യാറാകുന്ന ബജറ്റ് പ്രവർത്തന ബജറ്റിന് ഉദാഹരണം. പഠനയാത്രയ്ക്കായി തയ്യാറാക്കുന്ന ബജറ്റ് ഉണ്ട് അല്ലെ. അതെന്താണ് ഈ പ്രവർത്തന ബജറ്റിന് ഉദാഹരണമാണ് അല്ലെ. ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് തയ്യാറാക്കില്ല അതൊക്കെ പ്രവർത്തന ബജറ്റാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ശ്രദ്ധിക്കേണ്ട ഏതാണ് വരവ് ചെലവ് കണക്ക് കേട്ടോ. ഞാൻ ചുവടെ കൊടുത്തിരിക്കുന്ന മാതൃക ഉപയോഗിച്ച് സാമൂഹ്യ ശാസ്ത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലെ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയെല്ലാം ബജറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഈ
സ്ഥാപനങ്ങളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയ്ക്കെല്ലാം ബജറ്റ് ഉണ്ട്. ഇന്ത്യയിൽ കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും നിലവിലുണ്ട് അല്ലെ. പിന്നെ കുടുംബ ബജറ്റിൽ വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെലവുകൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനു വേണ്ടി പ്രതീക്ഷിക്കുന്ന വരുമാനം കണ്ടെത്തി ബജറ്റിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വാർഷിക ബജറ്റുകളാണ് സാധാരണ നിലയിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയറുമായി കണക്കാക്കുന്നത് അല്ലെ. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളത് കേന്ദ്ര ബജറ്റും അടിസ്ഥാന ബജറ്റും. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ളതാണ് എന്ത് കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും കേട്ടോ. അപ്പൊ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്ത് വരുന്നത് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. എന്താണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആയി കണക്കാക്കുന്നത്. അതെന്നാന്ന് ചോദിക്കും. ഇപ്പൊ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് മനസ്സിൽ നിൽക്കാനും എഴുതി വെക്കാനുമാണ് കേട്ടോ. ദെൻ സംഗ്രഹം എന്താ നോക്കാം. കുടുംബങ്ങളുടെ ഒരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ. വരുമാന സ്രോതസ്സുകൾക്ക് വൈവിധ്യമുണ്ട്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരുമാനം കൊണ്ടാണ്. ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്തിന് സഹായകരമാണ്. മിതവ്യയശീലം സാമ്പത്തിക സുരക്ഷിതത്തിന് ഗുണകരമാണ്. മിതവ്യയശീലം എന്താന്നൊക്കെ ടീച്ചർ പറഞ്ഞത് അല്ലെ. എല്ലാ കുടുംബങ്ങളുടെയും വരവ് ചെലവുകൾ ഒരുപോലെയല്ല. കുടുംബങ്ങൾ തമ്മിൽ സാമ്പത്തിക അന്തരം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട് അല്ലെ. ഇവരൊക്കെ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ ഇത്രയുള്ള. അപ്പൊ അതിലുള്ള ടീച്ചർ രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് എടുത്തു പോകുന്നത്. അപ്പൊ നന്നായി പഠിക്കുക കേട്ടോ. ഒക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോക്ക് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ എക്സാമിനോട് എടുക്കുന്ന എന്താക്കുക അതും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പോയിന്റ് കിട്ടിയ ആ പോയിന്റൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.